എനിക്ക് വേണ്ടി കുറെ സമയം കളയുന്ന ഒരാളാണ് ഞാൻ. അത് വേണ്ടേ? ആരാ ഇവിടെ ശാശ്വതമുള്ള? ആരുമില്ല. എനിക്ക് ഞാൻ പോകുമ്പോഴും ഒറ്റയ്ക്ക് പോകും. ശരിയല്ലേ? വന്നപ്പോൾ നമ്മുടെ അമ്മ നമ്മളെ നോക്കിണ്ടാക്കി, അമ്മ പോയി. ഇനി ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നേ. അപ്പോൾ അതുവരെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, ഭക്ഷണം കഴിക്കുന്നതും എല്ലാത്തിനും എനിക്ക് സമയം കണ്ടെത്തും. അല്ലെങ്കിൽ ആരും ഞാൻ ശ്രദ്ധിക്കാത്ത കൂട്ടത്തിലാണ്. അതൊന്നും അവരോടൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് നമ്മുടേതായ ഒരു സമയം വേണം എല്ലാത്തിനും. അങ്ങനെ ആ സമയമെടുത്ത് വളരെ നല്ല രീതിയിൽ മുടീനെ സംരക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുടുംബ പാരമ്പര്യ മുടിയുണ്ട്, അതുകൊണ്ട് ചേച്ചിമാർക്കൊക്കെ നല്ല മുടിയൊക്കെയാണ്. പക്ഷെ പിന്നെ നമ്മൾ പഴയ ആളായതുകൊണ്ട് ഈ വെട്ടി ശീലിച്ചിട്ടില്ല. വെട്ടിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. പിന്നെ അങ്ങനെ എപ്പോഴും മുടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാർലറിലൊക്കെ പോയിട്ട് സമയം കളയാം അങ്ങനെയൊന്നുമില്ല. അത് ചെയ്യാത്തതുകൊണ്ട്, അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ സൂക്ഷിക്കുന്നതുകൊണ്ടായിരിക്കും. കുട്ടികൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഭയങ്കര ചിട്ടവട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അറിയോ? പിന്നിട്ട് കെട്ടി വന്നോണം. അപ്പോൾ ചില കുട്ടികൾ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടിപ്പോകുമ്പോണ്ടല്ലോ വൈകുന്നേരം വരെ അതിരുന്ന് ഇങ്ങോട്ട് അവിയണം. അപ്പം എന്താവും? മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അങ്ങനത്തെ കുറേ അവസ്ഥകളുണ്ട്. പിന്നെ ബ്യൂട്ടി പാർലറും ഡാൻസ് അക്കാഡമിയും തട്ടിയിട്ട് നടക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയിട്ട് മൂലയിൽ ബ്യൂട്ടി പാർലറാണ്. അതേപോലെ ഡാൻസ് ക്ലാസ്സും അതുപോലെയായി.